ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓണത്തിന് കുറച്ച് വെറൈറ്റി ആയിട്ട് അടിപൊളിയായിട്ട് ഒരുങ്ങാൻ വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഓണം അടുപ്പിച്ച് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോന്നപ്പോൾ ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇവിടെ ചെറിയ രീതിയിൽ ഓണം ആഘോഷിക്കാനും ഒരുങ്ങാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ എല്ലാം സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. സാധാരണ ഓണം വിഷുവൊക്കെ വരുമ്പോൾ എപ്പോഴും സെറ്റ് മുണ്ട് സെറ്റ് സാരിയൊക്കെയാണ് എടുക്കാറുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം ഇങ്ങനെ ആലോചിച്ചു അതിന് എന്തെങ്കിലും കുറച്ചൊരു ഡിഫറെൻ്റ് ആയി ചെയ്യണമെന്ന്. അപ്പോൾ മനസ്സിലേക്ക് വന്നിട്ടുള്ളൊരു തോട്ടാണ് സെറ്റ് മുണ്ടിൻ്റെ മുണ്ടും പിന്നെ നമുക്ക് ധാവണിയുടെ ഷോളും വെച്ച് പെയർ ചെയ്താലോ എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്തൊരു പച്ച ബ്ലൗസ് ഉണ്ട്. ദെൻ ഇത് സെറ്റ് മുണ്ടിൻ്റെ മുണ്ടാണ് ടിഷ്യൂളുള്ളത്. അതിൻ്റെ കൂടെ ഒരു ധാവണിയുടെ ഷോള്, ഇത് മൂന്നും കൂടെ പെയർ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ ധാവണിയുടെ ഷോളിൽ ഇങ്ങനെ സൈഡിലൊരു ഏകദേശം ഈ ഒരു ബ്ലൗസിൻ്റെ പച്ച കളറ് ഉണ്ട്. അപ്പോൾ അതങ്ങനെ സെറ്റായി വരുന്ന കരുതുന്നു. എല്ലാ തവണയും സെറ്റ് മുണ്ടും സെറ്റ് സാരിയൊക്കെ ആകുമ്പോൾ എപ്പോഴും ഒരേപോലെ ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഒന്ന് ഡിഫറെൻ്റ് ആക്കാമെന്ന് കരുതി. പക്ഷേ ഓണം വിഷു ഒക്കെ ആകുമ്പോൾ ഇതിൻ്റെ ഈ കസവ് മുണ്ട് അല്ലെങ്കിൽ സെറ്റ് മുണ്ടില്ലാതെ ഒരുങ്ങിയ അത് രസം ഉണ്ടാവില്ല. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത് കേട്ടോ. ഇതാവുമ്പോൾ നമുക്ക് ആ ഓണത്തിൻ്റെ ഒരു തനിമ കിട്ടുകയും ചെയ്യും. എന്നാൽ കുറച്ച് വെറൈറ്റി ആയിട്ട് വേറൊരു കുറച്ച് കളറും കൂടെ അതിൽ കൂടെ ആഡ് ചെയ്യുമ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ പെയർ ചെയ്യാമെന്നാണ് കരുതുന്നത്. ഇത് പെയർ ചെയ്തിട്ടുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ ഓണം കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡ്രസ്സായി ഞാൻ ജസ്റ്റ് അതിൻ്റെ കൂടെ സെറ്റ് മുണ്ടിൻ്റെ ആ ഒരു വേസ്റ്റിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അഥവാ ഇത് പെയർ ചെയ്തിട്ട്, അതായത് ധാവണി സെറ്റ് മുണ്ടിൻ്റെ കൂടെ പെയർ ചെയ്തിട്ട് രസമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ പോലെ തന്നെ എല്ലാ വർഷവും ഒരുങ്ങുന്ന പോലെ തന്നെ ഒരുങ്ങാന്ന് കരുതിയിട്ട് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഡ്രസ്സായി. ഇനി വേണ്ടത് ചെയിന്, മാല, അങ്ങനത്തെ സംഭവങ്ങളാണ്. അപ്പോൾ ആ പച്ചയും അതേപോലെ മെറൂണും കളറുള്ള മാല ഉണ്ട്. ഇത് എൻ്റെതല്ല കേട്ടോ, കുഞ്ഞൂൻ്റെ ആണ്. കുഞ്ഞൂൻ്റെ മാല ഞാൻ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഓണത്തിൻ്റെ അന്ന് ഞാൻ അത് കെട്ടിക്കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഊരി വാങ്ങിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും സെയിം കളർ കോമ്പിനേഷൻ ആവുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മാലയായി. പിന്നെ ഇനി വേണ്ടത് വളയാണ് അല്ലേ. വള ഇവിടെ ഉണ്ടായിരുന്നല്ലോ, എവിടെ പോയി? അതും എൻ്റെതല്ല, അതും ഞാൻ കുഞ്ഞൂൻ്റെ ഒരു വളയാണ് കൊടുത്തിരിക്കണേ. ഒരു വൈറ്റ് സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള ഒരു വള. ഇത് അതിൻ്റെ കൂടെ ഇടാമെന്നാണ് കരുതുന്നത്. അപ്പോൾ മാലയും വളയും അതേപോലെ ഡ്രസ്സൊക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ എപ്പോൾ ഒരുങ്ങുമ്പോഴുള്ളൊരു പ്രശ്നമാണ് മുടി എങ്ങനെ കെട്ടണമെന്ന്. എപ്പോഴും ഞാൻ ആദ്യം കൂട്ടിയിട്ട് ഇങ്ങനെ കെട്ടാം അങ്ങനെ കെട്ടാം എന്നൊക്കെ പ്ലാൻ ചെയ്യും. പക്ഷെ കെട്ടി വരുമ്പോൾ അത് എൻ്റെ മുഖത്തിനൊരു രസം തോന്നില്ല. അപ്പോൾ പിന്നെ എപ്പോഴും സ്ഥിരം കെട്ടാറുള്ള പോലെ ജസ്റ്റ് സൈഡിക്ക് ഇവിടെ എടുത്തിട്ട് ഒന്ന് കുറച്ച് ലൂസാക്കിയിട്ട് ഇടയെടുത്ത് മുടഞ്ഞ് പിന്നെ താഴത്തു കൂടെ മുല്ലപ്പൂ വയ്ക്കും. സാധാരണ ഇങ്ങനെയാണ് ചെയ്യാറ്. എല്ലാ പ്രാവശ്യവും പ്ലാനിങ് ഒക്കെ നല്ല രീതിയിൽ നടക്കും, പക്ഷേ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. എന്തായാലും ഇപ്രാവശ്യം ഞാൻ പ്ലാൻ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, മുടി ബാക്കിൽ ഇങ്ങനെ ബണ്ണ് പോലെ കെട്ടിയിട്ട് ചുരുട്ടി കെട്ടിയിട്ട് അതിൻ്റെ കൂടെ ഈ ഒരു എക്സ്ട്രാ മുടിയും കൂടെ വെക്കാം എന്നാണ് പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. നടക്കുമെന്ന് അറിയില്ല. കെട്ടി വരുമ്പോൾ ചിലപ്പോൾ അത് എനിക്കൊരു രസം തോന്നിയില്ലെങ്കിൽ ഞാൻ സാധാരണ കെട്ടുന്ന പോലെ തന്നെ കെട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ആമസോണിൽ നിന്നോ അതോ മിന്ത്രയെന്നോ എന്നാ വാങ്ങിച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇത് അടിപൊളിയാട്ടോ. ഞാൻ ഇതിൻ്റെ മുന്നേ വേറൊരു കല്യാണത്തിന് അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അന്നൊക്കെ കണ്ടവരൊക്കെ നല്ല രസമുണ്ട്, അടിപൊളി എന്നൊക്കെ പറയണ്ടായിരുന്നു. നമ്മളിങ്ങനെ എന്താ പറയുക, ഒരു നാടൻ ലുക്കൊക്കെ ചെയ്യുമ്പോൾ ഇതിങ്ങനെ ബണ്ണ് ബാക്കിൽ കെട്ടിയിട്ട് മുല്ലപ്പൂവൊക്കെ വെച്ച് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. അപ്പോൾ അതോടെ ഇരിക്കട്ടെ. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് ഗുരുവായൂർ പോയപ്പോൾ വാങ്ങിച്ചതാണ്. ഇത് പക്ഷേ ഭയങ്കര യൂസായി തോന്നി എനിക്ക്. കാരണം ഇവിടെയൊക്കെ മുല്ലപ്പൂവിന് എന്താ വില. അപ്പോൾ ഓണ സമയത്തൊക്കെ മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ച് വെക്കുക പറഞ്ഞാൽ അതത്ര വേർത്തല്ല, ഭയങ്കര നഷ്ടമാണ്. അപ്പോൾ ഈ ഒരു സംഭവം കണ്ടോ, ഗുരുവായൂർ പോയപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. തുണിയുടെ പൂവാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഏകദേശം ഒരു മുല്ലപ്പൂവിൻ്റെ ഒക്കെ ഒരു ഛായ കിട്ടും. അപ്പോൾ ഇതും ഇതിൻ്റെ കൂടെ ഈ മുടിയുടെ കൂടെ ഇങ്ങനെ മുടി ബാക്കിൽ ബണ്ണാക്കി കെട്ടിയിട്ട് ഇങ്ങനെ വെക്കണമെന്നൊക്കെ വിചാരിക്കുന്നു. കാണുന്നില്ലേ, കണ്ടോ, നല്ലൊരു നാടൻ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെന്താ, ഓക്കെ, ഇത് ഞാൻ ആ മുടിയുടെ കൂടെ വാങ്ങിച്ചത് തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഇവിടെ എടുത്ത് വെച്ചു എന്ന് മാത്രം. കാരണം ഞാനിങ്ങനെ മുല്ലപ്പൂവൊക്കെ വെച്ച് ഒരുങ്ങുമ്പോൾ എന്തായാലും കുഞ്ഞു
വെറുതെ ഇരിക്കില്ല. ഒന്നെങ്കിൽ ഇതിൻ്റെ മുല്ലപ്പൂ അഴിച്ച് വാങ്ങിക്കും, അല്ലെങ്കിൽ അവൾക്ക് ഞാൻ വേറെ വെച്ച് കൊടുക്കേണ്ടി വരും. അന്ന് പക്ഷെ ഞാൻ ആകെ ഇത് ഒരെണ്ണേ വാങ്ങിച്ചുള്ളൂ, 2 വാങ്ങിയാൽ മതിയായിരുന്നു. അത് ഓർത്തില്ല, ഒരെണ്ണേ വാങ്ങിച്ചുള്ളൂ. അപ്പം അങ്ങനെ കുഞ്ഞു വാശി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവളുടെ കണ്ണ് പൊടിയിടാൻ വേണ്ടിയിട്ട് ഒരു പൂ വയ്ക്കാതെ കരുതി ഇതും കൂടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതും ഒരു ഇങ്ങനെ കുറച്ചൊരു ഗ്ലാസിൻ്റെയൊക്കെ പൂ പോലെ കേട്ടോ വരുന്നത്. ഇത് ഞാൻ ഇതിൻ്റെ മുന്നൊരു ദിവസം ഒരു കല്യാണത്തിന് വേണ്ടി റെഡി ആയപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ കൂടെ ഈ ഒരു പൂവ വെച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു മുടിയുടെ കൂടെ. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കുഞ്ഞുവിന് വേണ്ടി എടുത്തു വെച്ചിരിക്കുകയാണ്. ഇനി അഥവാ ഈ മുല്ലപ്പൂ അവൾക്ക് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പൂ വയ്ക്കാം. അങ്ങനെ നമ്മളെപ്പോഴും കുഞ്ഞു മക്കളൊക്കെ ആയിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മളൊരു സെക്കൻഡ് ചോയ്സും കൂടെ കണ്ടുവെക്കണം. നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവർക്കും വേണ്ടി വരും. പിന്നെ അമ്മമാരല്ലേ, തലവിടാൻ പറ്റില്ലല്ലോ, അവർക്ക് വിട്ടു കൊടുക്കണ്ടേ, അവർക്ക് വെച്ച് കൊടുക്കേണ്ടി വരില്ലേ. അപ്പോൾ പിന്നെ അത് കിട്ടിയില്ലെങ്കിൽ ഇത് ചെയ്യാം എന്നുള്ളൊരു സെക്കൻഡ് ഓപ്ഷൻ കൂടെ കണ്ടു വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പൂവ് കരുതിയിരിക്കണേ. എൻ്റെ ഉദ്ദേശത്തിൽ ഈ പൂവ് കുഞ്ഞുവിനും ഈ പൂവ് എനിക്കും വെക്കാമെന്നാണ്. കിട്ടുമെന്നറിയില്ല, നമുക്ക് നോക്കാം. ഓക്കെ. പിന്നെ പൂവിൻ്റെ പോലെ തന്നെ എനിക്ക് വളരെയധികം യൂസായി തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ഇങ്ങോട്ട് കൊടുന്നതിൽ പൊട്ട്. നമ്മൾ നാട്ടിലൊക്കെ 10 രൂപയ്ക്ക് 20 രൂപയ്ക്കൊക്കെ കിട്ടുന്ന പൊട്ടിനൊക്കെ ഇവിടെ ഭയങ്കര വിലയാണ്. നാട്ടിലത്തെ പൈസ വെച്ച് കമ്പയർ ചെയ്ത് വാങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ പൊട്ടൊന്നും വാങ്ങിക്കില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഓണൊക്കെ വില വരുന്ന എനിക്ക് കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അറിയാമായിരുന്നു. അപ്പോൾ ഞാൻ 2 പൊട്ടും കൊടുത്തിട്ടുണ്ട്, 2 പേർക്ക് പൊട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ നോർമലായിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. കുഞ്ഞിൻ്റെ മേക്കപ്പ് ബോക്സ് ഉണ്ട്, ഞാൻ തൽക്കാലം ഇപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ മോയ്സ്ചറൈസർ, സൺസ്ക്രീന്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓണത്തിന് ഒരുങ്ങാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ധാവണിയുടെ ഷോളും സെറ്റ് മുണ്ടും കൂടെ പെയർ ചെയ്യുന്നതിൽ. ഞാൻ ഇതുവരെ അങ്ങനെ എടുത്തു നോക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെ എടുത്താൽ നന്നാവും എന്നിങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇതൊക്കെ ഒരുക്കി വെച്ചിട്ട്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഇപ്രാവശ്യത്തെ ഓണാഘോഷത്തിന് ഞാൻ ഒരുങ്ങാൻ വേണ്ടിയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ആഘോഷത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഏതുവരെയായി? നമ്മൾ ഏത് നാട്ടിലായാലും ഇതുപോലുള്ള ആഘോഷങ്ങളൊക്കെ ചെറിയ രീതിയിലൊക്കെ കൊണ്ടാടാന്നുള്ളത് ഒരു ഹാപ്പിനെസ്സാണ്. ഓഫ് കോഴ്സ് നമ്മുടെ ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ദൂരെയാണ്, നമ്മൾ വേറെ നാട്ടിലാണെന്നൊക്കെ ആവുമ്പോൾ വിഷമമൊക്കെ ഉണ്ടാവും. എന്നാലും നമുക്ക് അതിൻ്റെ ഇടയിൽ ജീവിക്കാനും സന്തോഷിക്കാനൊക്കെ കിട്ടുന്ന അവസരങ്ങളല്ലേ. മാക്സിമം ഹാപ്പി ആയിരിക്കുക, അടിപൊളിയായിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.